ഈ ആർഡുനോ ESP32 ഒക്കെ വെച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും മിസ് ഔട്ട് ചെയ്യുന്ന എന്നാൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് എപ്പോഴും ഒരു എക്സ്ട്രാ ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു കമ്പോണൻറ്റാണ് ഈ GSM മോഡ്യൂൾസ് എന്ന് പറയുന്നത്. GSM മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ സിം യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് ആക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ട്രിഗർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വരിക, SMS ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് നമ്മൾ ഈ GSM മോഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് SIM 800L എന്ന് പറഞ്ഞൊരു GSM മോഡലാണ്. അപ്പോൾ ഇത് വെച്ചൊരു ബട്ടൺ പ്രസ്സിൽ എങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് കോൾ വരുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്നൊരു ബ്രെഡ് ബോർഡ് പ്രോട്ടോടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രെഡ് ബോർഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ആർഡിനോ യൂനോ എടുത്തിട്ടുണ്ട്, പിന്നെ 2 LEDs എടുത്തിട്ടുണ്ട്. ഈ LEDs എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കോൾ പോകുന്നത് മനസ്സിലാക്കാനും കോൾ കട്ടായെന്ന് മനസ്സിലാക്കാനും ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മൾ പവർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് 3.7 വോൾട്ടിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് നമ്മുടെ GSM മോഡലിനുള്ള പവറാണ് കേട്ടോ. പിന്നെ ആർഡിനോക്കുള്ള പവർ നമ്മൾ USB വഴി എടുക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പുഷ് ബട്ടണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോൾ പോകേണ്ടത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മുടെ SIM 800L GSM മോഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വർക്ക് കൊടുങ്ങല്ലേ? അപ്പോൾ ബ്രെഡ് ബോർഡ് എടുത്ത് മുന്നോട്ട് വെച്ചിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ GSM മോഡൽ അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്കിനകത്ത് സിം ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സിം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജിയോ പോലുള്ള സിമ്മുകൾ ഇതിനകത്ത് സപ്പോർട്ട് ആവില്ല. കാരണം 2G സപ്പോർട്ടുള്ള സിമ്മുകൾ മാത്രമേ ഇതിനകത്ത് സപ്പോർട്ട് ആവുള്ളൂ. ജിയോക്ക് ഇപ്പോഴും 2G സപ്പോർട്ടില്ല. ഇനി ഇത് നേരെ എടുക്കുക, ബ്രെഡ് ബോർഡിനകത്തേക്ക് അങ്ങ് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുക. ഇനി ബാക്കി കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തി പറഞ്ഞുതരാം. ഇനി നമ്മൾ ഇതിനകത്ത് 2 LEDs വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് കോൾ പോകുന്നുണ്ടോ, കോൾ കട്ടായെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ GSM മോഡൽ നമ്മളെടുത്ത് കുറച്ച് അടുത്തോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ പുഷ് ബട്ടൺ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നമുക്ക് 2 ലൈൻ കാണാൻ വേണ്ടി പറ്റും. ഈ ലൈന് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ 2 എൻഡിലുമുള്ള 2 പോയിൻറ്റ്സ് സെയിം കണക്ഷനാണ് ഷെയർ ചെയ്യുന്നത് നമുക്കിതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് പിൻസിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന 2 വയർ എന്ന് പറയുന്നത് GSM മോഡലും ആർഡിനോ യൂണോയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 പിന്നാണ്. അപ്പോൾ നമ്മൾ SIM 800Lൻ്റെ RXനും TXനും നമ്മൾ 2 വയർ എടുത്ത് ആർഡിനോയുടെ 2 ഡിജിറ്റൽ പിന്നിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അടുത്ത കണക്ഷൻ പുഷ് ബട്ടൻ്റെ ആണ്. പുഷ് ബട്ടൻ്റെ ഒരു പിന്ന് നമ്മളെടുത്ത് ആർഡിനോയുടെ ഒരു ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്ത് ഇവിടെ 2ലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത പിന്ന് നമ്മൾ ഗ്രൗണ്ടിലും കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ കണക്ട് ചെയ്യുന്നത് 2 LEDs ആണ്. 2 LEDsൻ്റെ പോസിറ്റീവാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നത് ആർഡിനോയുടെ 2 ഡിജിറ്റൽ പിന്നിലേക്ക്. പിന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ SIM 800Lൻ്റെ ഗ്രൗണ്ടും അതുപോലെ ആർഡിനോയുടെ ഗ്രൗണ്ടും തമ്മിൽ ഷോർട്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ LEDsന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടാണ്. ഇനിയിപ്പോൾ ആർഡിനോയിലേക്ക് USB പോർട്ട് കുത്തുക, കമ്പ്യൂട്ടറിൽ കുത്തുക, കോഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പവർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് 3.7 വോൾട്ടിൻ്റെ ബാറ്ററി SIM 800Lൻ്റെ VCCയിലേക്കും ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യണേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ കൂടെ വെക്കാം. പലപ്പോഴും ആൾക്കാർ ഈ ഒരു മൊഡ്യൂളിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇത് കണക്റ്റ് ആവാതെ എറർ ആവാനുള്ള ഒരു മെയിൻ റീസൺ ഇതിൻ്റെ ഒരു പവർ സപ്ലൈ തന്നെയാണ്. കാരണം ഈ ഒരു മൊഡ്യൂൾ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് 2 amps വരെ കറണ്ട് വിത്ഡ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാവും. അതായത് ഇത് കണ്ടിന്യൂസ്ലി എവറി സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് നെറ്റ്വർക്കിനെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് ഇത് 3 സെക്കൻഡിൽ ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഇത് നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഫുൾ സർക്യൂട്ട് ഡയഗ്രാം അതുപോലെ കോഡും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. കാരണം ഈ ഒരു മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ റേറ്റിൽ നമ്മൾ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ ടെസ്റ്റിംഗ്. ഇപ്പോൾ കാണുന്ന ഗ്രീൻ LED ഇൻഡിക്കേഷനിലെ ഇത് സൂചിപ്പിക്കുന്നത് കോൾ ഔട്ട് ഗോയിങ് ആണെന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്കിനി മൈക്കും സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് ഒറിജിനൽ ഫോൺ പോലും സംസാരിക്കാം കേട്ടോ. കോൾ കട്ട് ചെയ്യുമ്പോൾ റെഡ് LED ഇൻഡിക്കേഷൻ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് 14K ഫോളോവേഴ്സ് ആയ സന്തോഷം നിങ്ങൾ ഇതിനെ കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു എവ്രി വൺ. ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ചെക്കൗട്ട് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.